ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടെ ടെഹ്റാനിൽ നിന്ന് കൂട്ടപലായനമാണ് നടക്കുന്നത്. ഇത് ലോകത്തിലെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ പലായനം ഉണ്ടാകും. എവിടേക്കാണ് കൂടുതലും ആൾക്കാർ പലായനം ചെയ്യുന്നത്? ഇപ്പോൾ കുറേ പേര് അസർബൈജാൻ, കുറേ പേര് അർമേനിയ, പിന്നെ ഈ അവിടെ തന്നെ ഉള്ള ആളുകൾ ലവാസാൻ എന്ന് പറഞ്ഞ റിസോർട്ട് നഗരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ ലവാസാനിലും പക്ഷേ ആക്രമണം നടക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ. അങ്ങനെ ആണല്ലോ ഒരു ആക്രമണത്തിൽ ഇറാനിലെ ഏതോ ഒരു ഉന്നതൻ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രയേൽ പറയുന്നുമുണ്ട് ലവാസാനിലെ ആക്രമണത്തിൽ. അപ്പോൾ ഈ അസർബൈജാൻ്റെ അതിർത്തി കോവിഡ് കാലത്ത് അടച്ചിരുന്നു. വിദേശികൾക്ക് ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യപരമായി ഒരു ചെറിയ സ്ഥലം അസ്താര എന്ന് പറഞ്ഞ ഭാഗത്ത് തുറന്നിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലാം. അതായത് തെക്ക് കിഴക്കൻ അസർബൈജാനിലാണ് ഈ അസ്താര എന്ന് പറഞ്ഞ മേഖല. ആ ഭാഗത്ത് തുറന്നിട്ടുണ്ട്. 17 രാജ്യങ്ങളിലുള്ളവർ ഇതുവരെ അസർബൈജാനിൽ ചെന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് ചെന്നിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് അവർക്ക് മടങ്ങാം. അതല്ലാതെ അവിടെ താമസിപ്പിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ മരുന്നോ അങ്ങനത്തെ കാര്യങ്ങളല്ല. ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും. ഒരു കോറിഡോർ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നു മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി, മറ്റ് രാജ്യങ്ങളിലുള്ളവർക്ക്. അല്ലാതെ ഇറാൻകാർ അസർബൈജാനിലേക്ക് പലായനം ചെയ്ത് കുടിയേറാനൊന്നും അസർബൈജാൻ സമ്മതിക്കുന്നില്ല. കാരണം അത് ഈ ഒരു ഷിയ രാജ്യമല്ലല്ലോ, അതൊരു സുന്നി രാജ്യമാണ്. ഇവരെ ഒന്നും കുടിയേറി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. റഷ്യ, അമേരിക്ക, ജർമ്മനി, സ്പെയിൻ, സെർബിയ, റൊമാനിയ, പോർച്ചുഗൽ, ചൈന, വിയറ്റ്നാം, UAE, ജോർജിയ, ബെലാറസ്, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള പൗരന്മാർ ഇറാനിലുണ്ടായിരുന്നവർ. ഇതൊക്കെ അത്യാവശ്യം അടുത്തുള്ള രാജ്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടല്ലോ. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് അസർബൈജാനിലേക്ക് കൂടുതലും പലായനം ചെയ്ത് പോയിരിക്കുന്നത്. ടെഹ്റാനിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ അവരാണ് മറ്റേ വിമാനം കിട്ടുന്നത് അനുസരിച്ചിട്ട് അവരവരുടെ രാജ്യങ്ങളിലേക്കൊക്കെ മടങ്ങുന്നതുമൊക്കെ. അമേരിക്കയിലേക്കുള്ളവരും ചൈനയിലേക്കുള്ള ധാരാളം പേര് ഈ അസർബൈജാനിലെത്തിയതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ആയ വിദ്യാർത്ഥികളെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നല്ലോ. അവരെ നമ്മൾ കൊണ്ടുപോയത് അസർബൈജാനിലേക്കല്ല, അർമീനിയയിലേക്കാണ്. കാരണം അർമീനിയ ആയിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധമുള്ളത്. നമ്മുടെ ഒരു ആയുധ വിപണി ആണ് അർമീനിയ. അസർബൈജാന് തുർക്കി ആയുധങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അർമീനിയയ്ക്കാണ് ആയുധങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോയാൽ സ്വന്തം രാജ്യമെന്ന് വിചാരിച്ചോളൂ എന്ന് അർമീനിയക്കാർ പറയുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ കുട്ടികൾക്കുമൊക്കെ അത്യാവശ്യം അവിടെ. അപ്പോൾ ഇന്ത്യക്കാർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർമേനിയയിലേക്കാണ് പോവുക, അക്കാര്യത്തിൽ സംശയമില്ല. ഈ അസർബൈജാൻ്റെ തലസ്ഥാനമായ ബക്കുവിലേക്ക് ബസ്സിൽ ആണ് ഈ രക്ഷപ്പെടുന്നവരൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഫ്ലൈറ്റ് ഒരു അമേരിക്കൻ പൗരൻ അസർബൈജാൻ TV, ഈ ചെല്ലുന്ന ആളുകളെ അസർബൈജാൻ TV ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് മൈക്കുമായിട്ടൊക്കെ പോയിട്ട്. അപ്പോൾ ഒരു അമേരിക്കൻ പൗരൻ അസർബൈജാൻ TVയോട് പറഞ്ഞത് ഇറാനിലെ അവസ്ഥ ഭീകരമാണ്, പെട്രോൾ ബങ്കുകളിലൊക്കെ വലിയ ക്യൂ ആണ്, ഇന്ധനക്ഷാമം നന്നായിട്ടുണ്ട്, എവിടെ പോയാലും ക്യൂ ആണ്, പേടിപ്പിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഞാൻ അതിർത്തി കടന്ന് ഈ അസർബൈജാനിൽ എത്തുന്നത് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല, എങ്ങനെ എത്തിയെന്നുള്ളത്. ശരിയാണ്, കാരണം ഇറാനിലെ വിമാനം എപ്പോൾ എവിടെ ആക്രമിക്കും ടെഹ്റാനിൽ എന്നൊരു ഉറപ്പുമില്ലാതിരിക്കുക. അവിടെ നിന്ന് ഈ ഒരു ബസ് കിട്ടുക എന്നൊക്കെ ഉള്ളത് തന്നെ ആലോചിക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ തന്നെ ഒരുപാട് സമയം കാത്തു നിന്നിട്ടോ ഒക്കെ ആയിരിക്കണം കിട്ടിയിട്ടുണ്ടാവുക. അവിടെ നിന്നുള്ള വിവരങ്ങളും അധികം അറിയില്ലല്ലോ പുറത്ത്. ഇറാൻ അങ്ങനെ ഈ ഒരു ഇരുമ്പ് മറയുടെ അകത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒരു കിർഗി പൗരൻ നസീം ബെഷ്കായേവ് ഈ TVയോട് പറഞ്ഞു, അവർ 28 പേര് ഒന്നിച്ചാണ് വന്നത്, അതിർത്തിയിൽ 8 മണിക്കൂർ ക്യൂ നിന്നു ഈ അതിർത്തി തുറന്ന് കിട്ടാൻ. എന്ന് പറയുമ്പോൾ അസ്താര അതിർത്തിയിൽ
ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ എന്നുള്ളതിലേക്ക് തുറന്നെങ്കിലും അകത്ത് പ്രവേശിപ്പിക്കാനായിട്ട് 8 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് നടന്നത്. വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് അവർ കയറ്റുള്ളൂ. അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 26 ചൈനക്കാർ അവിടെ വന്നതായിട്ട് അസർബൈജാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് എന്ന വാർത്താ ഏജൻസിയുടെ പേര് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിർത്തിയിൽ ഇവർക്ക് ഭക്ഷണം കിട്ടിയതായിട്ട് ആ പൗരൻ പറഞ്ഞിട്ടുണ്ട്. അസർബൈജാൻ ഭക്ഷണം കൊടുത്തു, പട്ടിണി കിടക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് നേരത്തെ ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് പറഞ്ഞിരുന്നു ടെഹ്റാൻ വിട്ടു പോകൂ എന്ന്, ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് പറയുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. നെതന്യാഹു വളരെ രൂക്ഷമായ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഖമനിയെ കൊന്നുകളയും എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ടെഹ്റാനിൽ നിന്ന് അസർബൈജാനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ റോഡ് വഴി 8 മണിക്കൂർ എടുക്കും എത്താൻ. ഇതൊക്കെ അപ്പോൾ വലിയ യുദ്ധകാലങ്ങളിലൊക്കെ കേൾക്കുന്നത് പോലെയുള്ള സംഭവങ്ങളാണ്. നമ്മളും ധാരാളം വിഭജന കാലത്തുമൊക്കെ അനുഭവിച്ചിട്ടുള്ളതല്ലേ, ഇന്ത്യയും. എന്ന് പറഞ്ഞതുപോലെ യുദ്ധം വരുമ്പോൾ ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. പലായനം, ദുരിതം, അല്ലേ, മരണങ്ങൾ, വലിയ ദുരന്തങ്ങൾ ഒക്കെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ പട്ടാളം ജനത്തോട്, ഇസ്രയേൽ പട്ടാളം ജനത്തിനോട് ടെഹ്റാൻ വിടാനായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 1 കോടി ആളുകൾ ടെഹ്റാൻ നഗരത്തിലും ചുറ്റുമായിട്ട് ജീവിക്കുന്നുണ്ട്. ട്രാഫിക് ഈ അസർബൈജാനിലേക്കുള്ള വഴിയൊക്കെ അല്ലേ, ടെഹ്റാനിൽ നിന്ന് ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉണ്ട്, പെരുകുന്നത് കൊണ്ട്, വണ്ടികൾ പെരുകുന്നതുകൊണ്ട്, ഈ പലായനം ചെയ്യുന്നവരുടെ വണ്ടികൾ പെരുകുന്നതുകൊണ്ട്. ഹൈവേകളിൽ നിന്ന് പുറത്തേക്ക് ഉള്ള വഴികളൊക്കെ, ഈ എല്ലാ ഹൈവേകളിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളുമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയാണ്. ലവാസാനിലേക്ക്, റിസോർട്ട് ടൗണിലേക്ക് ആണ് ഈ ഇറാനികൾ കൂടുതലും പോകുന്നത്. പലായനം ചെയ്ത് അവിടെ പോയി എന്ന് പറയുമ്പോൾ താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ രൂസു എന്ന് പറഞ്ഞിട്ട് 30 വയസ്സുള്ളൊരു യുവതി പറഞ്ഞു, സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഖമനയുടെ ഈ ആണവ പദ്ധതിക്ക് വേണ്ടി ചാകേണ്ടത്? ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നു, സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. റഷ്യ പറഞ്ഞിട്ടുള്ളത് ലോകം മഹാദുരന്തത്തിൽ നിന്നും മില്ലിമീറ്റർ അകലെ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മഹാദുരന്തങ്ങളുടെ ഉപോൽപ്പന്നം ആണ് ഇത്തരം പലായനങ്ങളൊക്കെ. അതനുഭവിക്കുകയാണ് ഇറാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.